നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, മൻ അഹബ്ബ അഖാഹു ഫൽയുഖ്ബിറുഹു അന്നഹു യുഹിബ്ബുഹു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ആരെങ്കിലും ഒരു സഹോദരനോട് ഇഷ്ടമുണ്ടായാൽ, അത് മക്കളാകട്ടെ കുടുംബത്തിലുള്ളവരാകട്ടെ, അവരോട് ദീനിയായ വിഷയങ്ങളിൽ ഒരു സ്നേഹം തോന്നിയാൽ ഫൽയുഖ്ബിറുഹു അന്നഹു യുഹിബ്ബുഹു, എനിക്ക് നിന്നോട് ഇഷ്ടമാണ് എന്ന് തുറന്നു പറയണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. പാപ്പ മക്കളോടെന്ന് പറയണം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മകളാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോനാണ് എന്നിങ്ങനെ പറയണം. ഈ പറച്ചില് വേണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒന്നാമതായി അതാണ് വേണ്ടത്, പറച്ചില് വേണം. ഒരാളുടെ സ്നേഹം കൊടുക്കുന്നതിന്റെ ഒന്നാമത്തെ പ്രകടമായ രീതി സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള പറച്ചിലാണ്. അതാണ് ആദ്യം. സ്കൂളിന്റെ ഫ്രണ്ടും കറങ്ങുന്നുണ്ട്, വീട്ടിൽ മിസ് കോളുകളൊക്കെ വന്നു തുടങ്ങി, മോള് സ്റ്റാറ്റസ് ഇടാൻ തുടങ്ങി, പതിവില്ലാതെ മകള് ഒരുങ്ങി സ്റ്റാറ്റസ് ഇടാൻ തുടങ്ങി. ഉമ്മ മനസ്സിലാകണം, കാല് പൊക്കാൻ തുടങ്ങി എന്ന് മനസ്സിലാകുക. നീ പ്രായം കഴിഞ്ഞല്ലേ വന്നേ. എടാ, ഒരു പെണ്ണ് സ്റ്റാറ്റസ് ഇടുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട ചില കാര്യമുണ്ട്. എന്തിനാ സ്റ്റാറ്റസ് ഇടുന്നേ? അപ്പുറത്ത് ആരോ കാണാനുണ്ട്, അതുകൊണ്ടാ ഇടുന്നേ. ആരോ കാണാനുണ്ട്. അല്ലാതെ ഇപ്പം സിറാജുദ്ദീൻ കാസിമി എന്നും അടിപൊളി ഫോട്ടോ എടുത്തിട്ട് ഇടുന്നുണ്ടെങ്കിൽ സിറാജ് എന്തിനാ ഇടുന്നേ? ഇത് കാണാൻ വേറെ ആരോ ഉണ്ട്. അതാ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. നിന്റെ മോൾ അമിതമായിട്ട് ഒരുങ്ങുന്നു, വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് കോള് വരുന്നു, രാത്രി പുതപ്പിനടിയിൽ ചെറിയ ചെറിയ ശബ്ദം കേൾക്കുന്നു. നീ മനസ്സിലാക്കേണ്ടത് എന്താ? നിന്റെ മകൾക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന്. 24 25 പഠിക്കട്ടെ പഠിക്കട്ടെ പഠിക്കട്ടെ, അവസാനം നീ പഠിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറയടോ. ചെറുപ്പക്കാര് പറയുന്നുണ്ട്, എന്റെ പൊന്നുസ്താദ ഇതെന്റെ വാപ്പാടുത്തൊന്ന് പറ. നിങ്ങള് പെൺകുട്ടികൾ പറയുന്നുണ്ട്, ഞാൻ പറയാൻ പറ്റൂ, എന്നെ കെട്ടിച്ചുവിടെ എന്നെ കെട്ടിച്ചുവിടുന്ന. ചില തള്ളമാരങ്ങനാടോ, മക്കൾക്ക് പ്രായമായാലും കെട്ടിച്ചുവിടത്തില്ല. പഠിക്കട്ടെ പഠിക്കട്ടെ പഠിക്കട്ടെ, പഠിച്ച് ജോലിയായിട്ട് കെട്ടിയാൽ മതി. അവസാനം കെട്ടിക്കാനുള്ള യോഗം ഉണ്ടാവത്തില്ല. അതാ ഞാൻ പറഞ്ഞത്. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ജീവിതം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ ഞാൻ ഈ അടുത്തൊരു വീഡിയോ കണ്ടു, മാഷാ അല്ലാഹ്. ഒരു കുടുംബം ഒന്നായിട്ട് സഞ്ചരിക്കുകയാണ്. അപ്പൊ ഒരു ആയത്ത് ഇങ്ങനെ ഓതുന്നു, അപ്പൊ അടുത്ത മകൻ ഓതുകയാണ്, അടുത്ത ആയത്ത് ഓതുന്നു അടുത്തയാള്, അല്ലദീഹും ഫീഹി മുഖ്തലിഫൂൻ. അടുത്ത വരി ഓതുന്നു, കല്ലാ സയഅലമൂൻ സുമ്മ കല്ലാ സയഅലമൂൻ. കുടുംബം ഇങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്യാം. യുദ്ഫഉൽ മുസ്തമിഅൽ ഖുർആനി ബൽ വദ്ദുനിയാ വഅൻ താലിൽ ഖുർആനി ബൽ വൽ ആഖിറ. പരിശുദ്ധമായ ഖുർആൻ കേൾക്കണേ, കേൾക്കുന്നവർക്ക് എല്ലാ ബലാ മുസീബത്തുകളെ തൊട്ട് ദുനിയാവിൽ അല്ലാഹു കാവൽ നൽകുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. വിവിധ ഇനം പാമ്പുകൾ അതിന്റെ പ്രജനന കാലഘട്ടമാണ്. കടിയേൽക്കാൻ അങ്ങേയറ്റം സാധ്യതയുള്ള സമയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാന്മാര് പഠിപ്പിച്ചു തന്നൊരു ദിക്ർ, ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർദ് വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഈ ദിക്ർ പതിവാക്കി കഴിഞ്ഞാൽ ക്ഷുദ്രജീവികളുടെ ആക്രമത്തിൽ നിന്ന് രക്ഷയുണ്ട് എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അണലി പോലത്തെ പാമ്പുകളുടെ പ്രജനന കാലത്ത് പ്രത്യേകം സൂക്ഷിക്കുകയും അതോടൊപ്പം ആത്മീയമായിട്ടുള്ള ഇത്തരം സൊല്യൂഷനുകൾ അത് കൊണ്ടുവരികയും ചെയ്യണം. ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്താൽ അവർക്കുകൂടി ഈ ദിക്ർ ഉപകാരപ്പെടും.